അങ്ങനെ നമ്മൾ മുന്നോട്ട് വീണ്ടും നടന്നു പോയപ്പോൾ ഉണ്ട് അവിടെ വീണ്ടും ഒരു ഫാമിലി നിൽക്കുന്നു. ഒരു കുഞ്ഞും രണ്ട് അച്ഛനും അമ്മയായിരിക്കും. ഇവരവിടെയും തിന്നുന്നു. അപ്പം നമ്മൾ അവരുടെ അടുത്തോട്ട് നീങ്ങി. കുഞ്ഞിനെ നമ്മൾ ഒത്തിരി വിളിക്കുകയൊക്കെ ചെയ്ത്. പുള്ളിക്കാരി ഭയങ്കര തീറ്റയാണ്. പിന്നെ അതിൻ്റെ അച്ഛനും അമ്മയായിരിക്കും അടുത്ത് നിൽക്കുന്നത്, അറിഞ്ഞുകൂടാ. അവിടെ വേറെയും നിൽപ്പുണ്ട്. അപ്പം അവിടെ കുറേ തീറ്റയൊക്കെ പറിച്ചിട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ ഒത്തിരി ലോഡ് കണക്കിന് തീറ്റ കൊണ്ടിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്നവരൊക്കെ 1-2 ചില്ലയൊക്കെ പറക്കിയിട്ട് കൊടുക്കും. എന്നിട്ട് അവർ കൊടുക്കുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പറിച്ചിട്ട് കൊടുത്ത തീറ്റ അവർ തിന്നുകൊണ്ടിരിക്കുക. കണ്ടോ, എന്നെ രസമാണെന്നറിയാം. ഞങ്ങൾ വിളിക്കുമ്പോൾ നോക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും പറയുന്നൊന്നുമില്ല. അവർ ഭയങ്കര തീറ്റയാണ്. ഇതാ ദൂരെ ഒരാൾ നിൽപ്പുണ്ട് നോക്കി. ഞങ്ങളിങ്ങനെ പറയുന്നതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുക. ഞങ്ങൾ വിളിച്ച് വായോ എന്നൊക്കെ വിളിച്ചിട്ട് വന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ അവിടെ ഇങ്ങനൊരു വേഴാമ്പലിൻ്റെ ഒരു അണ്ണാൻകുഞ്ഞിൻ്റെ അണ്ണാറക്കണ്ണൻ്റെയും കൂടെ ഒരു വാർത്ത ഇതാണ്. അപ്പോൾ അവിടെ നിന്ന ഒരു പുള്ളിയെ ഞങ്ങൾ വിളിച്ച് ഇങ്ങോട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്ക് വലിയ മടിയൊന്നുമില്ല, ജാടയൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളിക്കാരി ഞങ്ങളുടെ അടുത്ത് വന്ന്. അപ്പോൾ ഞങ്ങളുടെ ചേച്ചിയിലെ ആട് ഫാമിലിയിലുള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് ഒത്തിരി ആടൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരിക്ക് അങ്ങ് സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകി അമ്മയുടെ അടുത്തോട്ട് വാന്നുമൊക്കെ പറഞ്ഞ് എന്തായാലും വരികയൊക്കെ ചെയ്ത്. പുള്ളിക്കാരിക്കൊന്ന് തുടരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. തൊട്ടു. അവിടെ നിന്ന് പോച്ചയും ചപ്പും ഒക്കെ പറിച്ചു കൊടുത്ത് തിന്നുകയൊക്കെ ചെയ്ത്. അവളെ നല്ല സ്നേഹമുള്ളായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അടുത്ത് വരികയും തൊടാൻ നിൽക്കുകയും പിന്നെ അവിടെ സൈഡിൽ നിൽക്കുന്ന പോച്ചയൊക്കെ പറിച്ച് ഞങ്ങൾ കൊടുത്തപ്പോൾ തിന്നുകയൊക്കെ ചെയ്തു. പുള്ളിക്ക് നല്ല സ്നേഹമാണ്. അപ്പോൾ ചേച്ചി കൊടുന്ന് കണ്ടപ്പോൾ എനിക്കും തുടരണമെന്ന് ആഗ്രഹം. അപ്പം ഞാനും ക്യാമറ കൈമാറിയിട്ട് ഞാനും പോയി 2 തീറ്റയൊക്കെ പറിച്ച് കൊടുത്തും പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടമാണ്. അങ്ങനെ സൈഡിരിക്കുന്ന തീറ്റ എല്ലാം ഇവർ തിന്ന് തീർത്ത് കേട്ടോ. കാര്യം അവർക്ക് ഈ വലക്കൂടി ഇങ്ങോട്ട് വെളിയിലോട്ടുള്ള തിന്നാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്തിരി പോച്ച അങ്ങനെ സൈഡിൽ നിൽക്കുന്നതൊക്കെ അവർ തിന്നു. ഇപ്പുറത്തെ തിന്നാൻ ഒരു മാർഗ്ഗമില്ല. അതെങ്ങനെ തിന്നുമെന്ന് ഓർത്ത് പോയപ്പോഴാണ് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പം ഞാൻ കുറേ പോച്ച അവിടുന്ന് പറിച്ച് കൊടുത്ത് മണ്ണൊക്കെ കളഞ്ഞേച്ച് കൊടുത്ത് പുള്ളിക്കാരിയെ തിന്നുകയൊക്കെ ചെയ്ത് വലിച്ച് പറിച്ച് തിന്ന് എന്തുവാന്നേലും. നല്ല സ്നേഹമുള്ള എല്ലാവരും. ഒരാൾക്ക് കൊടുക്കുന്ന കണ്ടപ്പോൾ മറ്റേ ആളും വന്നു. അപ്പോൾ പുള്ളിക്കാരിക്കും ചേച്ചി പറിച്ച് കൊടുത്ത് ഞങ്ങൾ 2 പേരും പറിച്ച് കൊടുത്ത് ഞങ്ങൾ തൊടുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല രസമാണ്, കടിച്ചൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നോക്കി നിന്ന്. പിന്നെ അവിടെ കിടന്നിട്ട് ചെപ്പൊക്കെ ഞങ്ങൾ പറക്കി കൊടുത്തു, അതൊക്കെ തിന്നു. അവിടെ ഗർഭിണിയാന്ന് തോന്നുന്നു കേട്ടോ. കുഞ്ഞിൻ്റെ വയറൊക്കെ നല്ലോണം വീർത്തിരിപ്പുണ്ട്. അതിന് വലിയ പുള്ളിക്കാരി വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഒരു വലിയ ഇല അവിടുന്ന് ഒടിച്ചിട്ടേക്കുന്ന ഞങ്ങൾ തീറ്റ എടുത്ത് അവൾക്ക് കൊടുത്തു. അവൾക്ക് ചില